അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നമുക്ക് താരീഖിൽ പരീക്ഷയ്ക്ക് 5 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. അതിൽ 4 പാഠത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ 5ാം ക്ലാസ് ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല, ഉഷാറായിട്ട് കാണുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ അതേ ആവേശത്തോടു കൂടി തന്നെ പഠിക്കുന്നുണ്ട്. സന്തോഷമുണ്ട് അൽഹംദുലില്ലാ. ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ചിരുന്നു, നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച അതേ ആവേശത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലേ, 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ മടി തോന്നിയെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിയിരുന്നു. അൽഹംദുലില്ലാ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, സന്തോഷം. അപ്പോൾ 5ാമത്തെ പാഠം, താരീഖിലെ 5ാമത്തെ പാഠം കുറച്ച് പ്രയാസം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ പാഠം വേറെ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഈ പാഠത്തിൻ്റെ പേര് സമർപ്പിതരായ സ്വഹാബികൾ എന്നാണ്. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പിന്നെ നല്ലോണം പഠിക്കേണ്ടതുമായ കാര്യം ഇതാണ്, അതായത് ബദർ യുദ്ധം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടാണ് ബദർ യുദ്ധം. ബദർ യുദ്ധം ഇത്ര ഫേമസ് ആവുള്ള കാരണം എന്താണ് കാരണം നിങ്ങൾക്ക് അറിയോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ആകെ 313 ആൾക്കാരേ ഉള്ളൂ. എത്ര? 313 ആളുകൾ മുസ്ലിങ്ങളെ ഉള്ളൂ. പക്ഷേ ശത്രുക്കൾ, നമ്മളെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളോ 1000 ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ആരാ ജയിക്കേണ്ടത്? ശരിക്കും ശത്രുക്കളെ ജയിക്കേണ്ടത്. കാരണം കൂടുതൽ ആളുള്ളവരല്ലേ ജയിക്കുക. പക്ഷേ മുസ്ലിമീങ്ങളാണ് അവിടെ ജയിച്ചത്. അതാണ് ഇത്ര ഫേമസ് ആവാനുള്ള കാരണം. ആകെ 313 ആളുകൾ 1000 ആളുകളായിട്ട് യുദ്ധം ചെയ്താൽ ശരിക്കും ബുദ്ധിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 1000 ആളെ ജയിക്കേണ്ടത്. പക്ഷേ ആരാ ജയിച്ചത്? മുസ്ലിങ്ങളാണ് ജയിച്ചത്. അതുകൊണ്ടാണ് ബദർ യുദ്ധം ഫേമസ് ആവേണ്ടത്. അപ്പോൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു. മുസ്ലിമീങ്ങൾ 313, ശത്രുക്കൾ 1000. ഇനി ഈ യുദ്ധം ഏത് വർഷമാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇപ്പം ഹിജറ എത്രാമത്തെ വർഷമായിരിക്കെങ്കിലും അറിയോ? ഹിജറ 1448 വർഷമാണ് ഇപ്പോൾ. എത്ര? ഇപ്പം നമ്മൾ 2026 എന്ന് പറയില്ലേ, അതേപോലെ അറബിയിൽ പറയുന്നതാണ് 1448. എന്നാൽ ഈ ഹിജറ 1, 2, 3, 4, 1ാം വർഷം, 4ാം വർഷം, അങ്ങനെ 100, 1000 അങ്ങനെ ആയിട്ടാണ് 1448 ആയത്. അപ്പോൾ ഈ ഹിജറ 2ാം വർഷമാണ് എന്ത് ചെയ്തത്? ബദർ യുദ്ധം നടന്നത്. ഹിജറ എത്ര? 2ാം വർഷം കേട്ടോ. 2ാം വർഷം ഓർത്തു വെക്കണേ, മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം, ഒരിക്കലും മറന്നു പോകരുത്. ഹിജറ 2ാം വർഷം. എന്നാൽ ഇപ്പോൾ എത്രയാണ് ഹിജറ? 1448. അപ്പോൾ ഒരു 1446 കൊല്ലം മുമ്പ് അല്ലേ, 1446 കൊല്ലം മുമ്പാണ് ബദർ യുദ്ധം നടന്നത്. അന്ന് ഏത് മാസത്തിലാണ് ബദർ യുദ്ധം നടന്നത്? അത് നോമ്പ് നോൽക്കണ മാസം ഏതാ? റമളാൻ മാസം. അപ്പോൾ റമളാനിലാണ്. അത് തന്നെ റമളാൻ 17. അപ്പോൾ ഹിജറ 2, റമളാൻ 17. ആളുകളുടെ എണ്ണം 313,000. ഇനി എത്ര ആളുകളാണ് നമ്മളുടെ അടുത്ത് നിന്ന് വഫാത്തായത്, മരിച്ചു പോയത് ആ ബദർ യുദ്ധത്തിൽ? 14 സ്വഹാബികളാണ് മരിച്ചത്. എന്നാൽ അവര് 70 ആളുകൾ പോയി. 70 ആളുകൾ തട്ടിപ്പോയി. 70 പേർ കൊല്ലപ്പെട്ടു, 70 പേർ തടവില. എന്താ തടവിലാകുക എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കൾ പിടിച്ചു വെക്കും. എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ അവരാളെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും പൈസ തന്നാലേ തരുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കണ്ടീഷന് നിയമം പറയും. അങ്ങനെ അവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ഓലെ കൊടുക്കും. അതിനാണ് തടവിലാക്കുക എന്ന് പറയുക. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ എന്ത് ചെയ്തു? പണം അടച്ച് മോചിതരായി. അതായത് പൈസ കൊടുത്തിട്ട് അവർ മോചിപ്പിച്ചു. മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മോചിത. അപ്പോൾ എങ്ങനെയാണ് തടവിലാക്കപ്പെട്ടവർ മോചിതരായത് നമ്മൾ പഠിക്കണം. ശത്രുക്കൾക്ക് എന്തെല്ലാം പരിക്ക് പറ്റി നമ്മൾ പഠിക്കണം. 70 പേർ കൊല്ലപ്പെട്ടു, 70 പേർക്ക് പരിക്ക് പറ്റി. 70 പേർ തടവിലായി. ഓർത്തുവെച്ചോ, 70 പേർ കൊല്ലപ്പെട്ടു, 70 പേർ തടവിലായി. തടവിലാക്കപ്പെട്ടവർ ചിലരെന്തായി? പണം അടച്ച് മോചിതരായി. മറ്റു 10 പേരെന്താ? മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്താണ് ബദർ യുദ്ധം കൊണ്ടുണ്ടായ ഫലം? മുസ്ലിമീങ്ങളുടെ മനോവീര്യം ഉയർന്നു. 1. 2, ഖുറൈശികളുടെ ശക്തി ചോർന്നു. ഖുറൈശികളാണ് ശത്രുക്കളുടെ ശക്തി ചോർന്നു. പിന്നെ മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനി ദഅവത്തിന് കൂടുതൽ സഹായകമായി. 3 കാര്യങ്ങളാണ് ബദർ യുദ്ധത്തിന്റെ ഫലം. അപ്പോൾ ഈ കണക്കുകളും എണ്ണങ്ങളും നന്നായി നിങ്ങൾ പഠിക്കുക. നമ്മളുടെ അടുത്ത് നിന്ന് ബദർ യുദ്ധത്തിൽ എത്ര സഹാബികൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ 14. ഓക്കെ, അവരടുത്ത് നിന്ന് 70 ആളുകൾ എന്തായി? മരിച്ചുപോയി. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയും ദീനിൻ്റെ ഇസ്സത്തുമായിരുന്നു അവരുടെ ലക്ഷ്യം. ആരുടെ? സ്വഹാബികളുടെ ലക്ഷ്യം. അതായത് സ്വഹാബികൾക്ക് എന്തായിരുന്നു ലക്ഷ്യം ഉണ്ടായിരുന്നത്? അള്ളാഹുവിൻ്റെ ഇഷ്ടം, അതേപോലെ നബിൻ്റെ ഇഷ്ടം. അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിയും ദീനിൻ്റെ ഇസ്സത്ത്,
ഇതിൻ്റെ ഇസ്സത്ത് പറഞ്ഞാൽ ദീനിൻ്റെ ഉയർച്ച. പിന്നെ എന്ത് ത്യാഗവും സഹിക്കാൻ അവർ സന്നദ്ധരായി. ആര്? സ്വഹാബികൾ. അപ്പോൾ സ്വഹാബികളെ കുറിച്ച് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്താണ്? എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചു. പിന്നെ അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയിലും ദീനിൻ്റെ ഇസ്സത്തിലുമായി അവരുടെ ലക്ഷ്യം. ഇനി മദീനയിൽ ഹിജ്റ വർഷം എത്രാം വർഷമാണ്? ബദർ യുദ്ധം നടന്നത് 2-ാം വർഷം. അതാ പറഞ്ഞത് 2-ാം വർഷം. മുസ്ലിമീങ്ങൾക്ക് മക്കയിലെ ഖുറൈശികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്താ കാരണം? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം ബദർ. എന്താ സ്ഥലത്തിന്റെ പേര്? മക്കത്തുനിന്ന് എവിടേക്ക് പോയി നബി? മദീനത്തേക്ക് പോയി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനത്തേക്ക് പോയി. ഈ മക്കന്റെയും മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണ് ഇത് ബദർ. ബദർ 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 എന്ന സ്ഥലത്ത് വെച്ച് നടന്നതിനാൽ ബദർ യുദ്ധം എന്ന പേരിലാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താ? ബദർ എന്ന സ്ഥലത്ത് നടന്നത് കൊണ്ട്. അടുത്തത്, എന്തായിരുന്നു ബദർ യുദ്ധത്തിന്റെ കാരണം? കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കുക. അതായത് എന്താ സംഭവം? മക്കത്തുനിന്ന് പിന്നെ ആ വീടും പറമ്പും എല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാ സ്വഹാബികളും എവിടേക്ക് പോകുന്നു? മദീനത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ സമ്പത്തും ഇവിടെ വീടൊക്കെ ഇവിടെ ഉള്ളത് മക്കത്തുള്ളത്. പക്ഷെ മക്കത്തെ ആൾക്കാരെന്താ ചെയ്തത്? ഈ മുസ്ലിമീങ്ങളുടെ വീടൊക്കെ കൊള്ളയടിച്ചിട്ട് അതിലുള്ള പൈസയും അതുപോലെ അവരുടെ സമ്പത്തൊക്കെ കൊണ്ടുപോയി കൊള്ളയടിച്ചു. ആര്? മക്കത്തുള്ള നമ്മളെ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ. എന്നിട്ട് അവർ ആ പൈസയുമായിട്ടാണ് എതിലൂടെ കടന്നു പോകുന്നത്? ബദറിലൂടെ കടന്നു പോകുന്നു. അപ്പം മുസ്ലിമീങ്ങളെ പൈസയാണ് അതുള്ളത്, അവരെ കയ്യിലുള്ളത്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആര് പോയത്? നബിയും സഹാബത്തും. അപ്പോഴാണ് യുദ്ധം ഉണ്ടായത്. അതാ പറയുന്നത്, കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിലേക്ക് പോയത്. അപ്പോൾ ചോദ്യം ഇതാണ്, നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ബദറിലേക്ക് പോയത് എന്തിന്? കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാൻ. പഠിച്ചില്ലേ? അടുത്ത്, എന്നാൽ ശത്രുക്കൾ ഇതറിഞ്ഞ സർവ്വസന്നാഹങ്ങളുമായി യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അതായത് അപ്പം എന്താണ്? ശത്രുക്കൾ മനസ്സിലാക്കി അവർ എന്ത് ചെയ്തു? യുദ്ധത്തിന് സെറ്റപ്പ് ആക്കിയിട്ട് വന്നു. നമ്മൾ യുദ്ധത്തിന് സെറ്റപ്പായി പോയതല്ല. അതാ പറയണത്. ആവിചാരിതമായി യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ സ്വഹാബത്ത് ഉറച്ച ഈമാനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അപ്പോൾ ഈ ചോദ്യം വരാം, ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ആവിചാരിതമായി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർപ്രൈസ് ആക്കുന്നൊക്കെ പറയില്ലേ, അതേപോലെ പെട്ടെന്ന്, അതായത് പ്രതീക്ഷിക്കപ്പെടാതെ എന്ത് ചെയ്തു? യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ സ്വഹാബത്ത് ഉറച്ച ഈമാനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. അപ്പോൾ അവർക്കൊരു ധൈര്യം, അള്ളാഹു നമ്മളെ കാക്കുന്നുള്ള ഒരു ധൈര്യം. അതാണ് ഉറച്ച ഈമാൻ. എന്തായിരുന്നു? ഉറച്ച ഈമാനോടെ. എന്നിട്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. ധൈര്യത്തോടെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? പൂരിപ്പിക്കാൻ വരും. ഉറപ്പിച്ചോ? പൂരിപ്പിക്കാൻ വരും. അള്ളാഹുവിൻ്റെ ദൂതരെ, മൂസ അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത ഡാഷ് എന്താ? നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല, മറിച്ച് നിങ്ങളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും എന്നാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ എന്താ പറയുന്നത്? മറിച്ച് ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നിലും പിന്നിലും, മുന്നിലും പിന്നിലും, മുന്നിലും പിന്നിലും, വലതുവശത്തും ഇടതുവശത്തും. പഠിച്ചില്ലേ? നിങ്ങളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. ആരത് പറഞ്ഞത്? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത്, യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ദുആ പ്രസിദ്ധമാണ്. എന്താണ്? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. എന്താ ദുആയിരുന്നത്? ഈ ചെറിയ സംഘത്തെ, ചെറിയ സംഘമാണ് 313, അപ്പുറത്ത് 1000 അല്ലേ? ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളുമുണ്ടാകില്ല. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ ആണ് ആര്? ബദരീങ്ങൾ. പഠിച്ചില്ലേ? അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ കൂടിയാണ് ആര്? ബദരീങ്ങൾ. അപ്പോൾ പൂരിപ്പിക്കാൻ ഉണ്ടാവും. പിന്നെ ശത്രുക്കളെക്കാൾ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും വളരെ കുറവായിട്ടും ബദറിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വലിയ വിജയം നൽകി. ഇവിടെ എങ്ങനെ പരീക്ഷയ്ക്ക് വരിക എന്നറിയോ? ശത്രുക്കളെക്കാൾ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും വളരെ കുറവായിട്ടും ബദറിൽ മുസ്ലിമീങ്ങൾക്ക് ഡാഷ് അള്ളാഹു വലിയ വിജയം നൽകി. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരും, അള്ളാഹു വലിയ വിജയം നൽകി. അല്ലെങ്കിൽ ഇതൊക്കെ തരും, എന്നിട്ട് എന്ത് ചെയ്യും? ശത്രുക്കളെക്കാൾ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും വളരെ ഡാഷ് കുറവായിട്ടും പഠിക്കണം, വളരെ കുറവായിട്ടും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറവായത്?
ശത്രുക്കളെക്കാൾ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും, എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും, എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും. പഠിച്ചില്ലേ? അടുത്ത് മലക്കുകളെ ഇറക്കി അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. എങ്ങനെയാണ് ബദറിൽ സഹായിച്ചത് അള്ളാഹു? മലക്കുകളെ ഇറക്കിയിട്ട്. പഠിച്ചില്ലേ? മലക്കുകളെ ഇറക്കിയിട്ടാണ് ഇത്ര വലിയ സംഭവ ബഹുലമായ വിജയം ഉണ്ടായത്. ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കണം, ഉത്തരം എഴുതുക. ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളുടെ എണ്ണം എത്രയാണ്? 313, 313, 313. ഹിജ്റ എത്രാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്? 2. രണ്ടാമത്തെ ചോദ്യം രണ്ടിന്റെ ഉത്തരം. അടുത്ത ബദറിൽ തടവിലാക്കപ്പെട്ട ശത്രുക്കൾ എങ്ങനെയാണ് മോചിതരായത്? പഠിച്ചു വെക്കണം. എത്രയാണ്? പണം നൽകിയും പിന്നെ തടവിലാക്കപ്പെട്ടവർ ചിലർ പണം നൽകിയും മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തു. അടുത്തത് 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും എന്തിനായിരുന്നു ബദറിലേക്ക് പുറപ്പെട്ടത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ മേ ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യത്തിന് വരാൻ സാധ്യത ഉണ്ട്. എന്തിനാണ് ബദറിലേക്ക് പുറപ്പെട്ടത്? വേം പറ. കച്ചവടം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഖുറൈശികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ബദറിലേക്ക് പോയത്. അപ്പോൾ നന്നായി പഠിക്കുക ബദർ പാഠം. ഈ പാഠം നന്നായി പഠിക്കുക. അരക്കൊല്ല പരീക്ഷയ്ക്ക് ഇതിന്ന് ചോദ്യം വരും, കൊല്ല പരീക്ഷയ്ക്ക് ഇതിന്ന് ചോദ്യം വരും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാഠാണിത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.